ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിലെ 19 റാംസാർ സൈറ്റുകളിൽ ഒന്നാണ് ശാസ്താംകോട്ട കായൽ. ഏകദേശം 7 ലക്ഷത്തോളം ആൾക്കാരുടെ ദാഹം ശമിപ്പിക്കുന്ന വലിയൊരു ജലസംഭരണി കൂടിയാണിത്. എന്നാൽ ഇന്ന് കൊടുംവേനലിന്റെ ഭാഗമായി 40 ഏക്കറോളം കായൽ വറ്റിവരണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കുറച്ചു നാളുകൾക്ക് ശേഷം നാം അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കേണ്ടി വരും, ഇവിടെ ഒരു കായലുണ്ടായിരുന്നുവെന്ന്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വിധികർത്താക്കൾ ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, കൂടാതെ ഇന്ന് അതിഥിയായി കേരള കാർഷിക സർവകലാശാല പാഡി മിഷൻ ഡയറക്ടർ ഡോക്ടർ PV ബാലചന്ദ്രൻ. പള്ളങ്ങളും സുരംഗങ്ങളും കാസർഗോഡിന്റെ മാത്രം പ്രത്യേകതകളാണ്. ചെങ്കൽ കുന്നുകൾക്ക് മുകളിലുള്ള പ്രകൃതിദത്ത ജലസംഭരണിയാണ് പള്ളങ്ങൾ. ഒരു കുന്നിലേക്ക് ഒരാൾക്ക് നൂണ് കയറാൻ പാകത്തിൽ ഗുഹ പോലെ കുഴിക്കുന്ന കിണറുകളാണ് സുരംഗങ്ങൾ. എന്നാൽ മഴവെള്ള സംഭരണത്തിന് വ്യത്യസ്തമായ പദ്ധതികളുമായാണ് കാസർഗോഡ് ജില്ലയിലെ കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം കോടോംബേളൂരിനെ. കോടോംബേളൂരിന് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വൈസ് പ്രസിഡന്റ് ശ്രീ C ഗണേശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ C ചന്ദ്രൻ, മെമ്പർ ശ്രീ KV കേളു, കൃഷി അസിസ്റ്റന്റ് ശ്രീ K വേണുഗോപാലൻ. ആദ്യം തന്നെ ചോദിക്കട്ടെ, പ്രസിഡന്റ് എവിടെ പോയി? ഒരു നാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പഞ്ചാബിലാണ് പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരൂ. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഭൂവിസ്തൃതി കൊണ്ടും വിവിധങ്ങളായ ഫണ്ടുകളുടെ ലഭ്യത കൊണ്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മലയോര ഗ്രാമപഞ്ചായത്താണ് കോടോംബേളൂർ. ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ കഴിഞ്ഞ 10-15 വർഷമായി കാസർഗോഡ് ജില്ലയിൽ തന്നെ വളരെ സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. നമുക്കിപ്പം കോടോംബേളൂരിന്റെ നാട്ടുകാഴ്ചകൾ കണ്ടിട്ട് മടങ്ങിയത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ കേദാരമാണ് കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത്. 1963 വരെ കോടോംബേളൂർ, കോടോംബേളൂർ എന്നിങ്ങനെയുള്ള 2 പഞ്ചായത്തുകളായിരുന്നു. ഐതിഹ്യങ്ങൾ വീണുറങ്ങുന്ന ഇവിടത്തെ കാവുകൾ പ്രൗഢമായ ഗതകാല സ്മരണകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. സമൃദ്ധമായ കാർഷിക വിളഭൂമികളും ജലസ്രോതസ്സും ഈ പഞ്ചായത്തിന് ഹരിതാപ കൈവരുത്തിയിരിക്കുന്നു. കോടോംബേളൂർ പഞ്ചായത്തിലെ വടക്കേ അതിർത്തി ചേർന്നാണ് ഈ ചന്ദ്രഗിരി പുഴ ഒഴുകുന്നത്. പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് കോടോംബേളൂർ. വിസ്തൃതി ഏകദേശം 95.44 ചതുരശ്ര കിലോമീറ്റർ വരും. ജനസംഖ്യ 45,000-ഓളം വരും. കൂടുതലും കൃഷിഭൂമിയാണ് ഈ പഞ്ചായത്തിൽ നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ഈ പഞ്ചായത്തിന്റെ വലിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഒരു മലയോര ഗ്രാമത്തിന്റെ എല്ലാ തുടിപ്പും കിതപ്പും കോടോംബേളൂരിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാം. ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒട്ടേറെ കലാരൂപങ്ങളും കളികളും ഇന്നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പലതും ഇന്ന് നാമാവിശേഷമായെങ്കിലും പൂരക്കളി, എരുതുകളി, മംഗലം കളി തുടങ്ങിയവ അനുഷ്ഠാനങ്ങളുടെ പേരിൽ ഇന്നും നിലനിൽക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ കോടോംബേളൂർ ഗ്രാമപഞ്ചായത്തിലെ കാലിച്ചാനടുക്കം എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗിരിവർഗ്ഗക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലം കൂടിയാണിത്. വിവാഹവുമായി ബന്ധപ്പെട്ട മംഗലം കളിയാണ് ഇവിടെ നടക്കുന്നത്. ആചാരങ്ങളുടെ വൈവിധ്യവും ഗ്രാമഭംഗിയുടെ വശ്യതയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമം ഒരു അനുഭവമാണ്. ഓരോ ഓർമ്മയിലും പച്ചപ്പിന്റെ, തണുപ്പിന്റെ കുളിരുകോരുന്ന ഒരു അനുഭവം. കോടോംബേളൂർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായുള്ള വികസന പദ്ധതികൾ എന്തൊക്കെയാണ്?
കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയ ജലനിധി പദ്ധതിയാണ് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി. 2004 തുടങ്ങി 2006 ആകുമ്പോഴേക്കും പഞ്ചായത്തിലെ 40% വരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന 50% പുറമെ 40% പേർക്കും കൂടി കുടിവെള്ള വിതരണം ചെയ്തുകൊണ്ട് ഉദ്ദേശം 90% പേർക്കും കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ നമുക്ക് കുടിവെള്ള വിതരണം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ EMS ഭവന പദ്ധതി കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്താണ് സ്റ്റേറ്റിൽ തന്നെ കഴിഞ്ഞ വർഷം 2008-09 തന്നെ 1 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് 100-ലധികം വീടുകൾ കഴിഞ്ഞ വർഷം തന്നെ EMS ഭവന പദ്ധതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷിന് ഇവരുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്കത് കണ്ടിട്ട് മടങ്ങിയെത്തല്ലേ. പശ്ചിമപർവ്വത നിരകളുടെ പരിലാളനമേറ്റ് കുന്നും മലകളും ചെങ്കൽ സമതലങ്ങളും വനഭൂമിയും ഒക്കെ നിറഞ്ഞതാണ് കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത്. കർഷകരും കർഷക തൊഴിലാളികളുമാണ് പഞ്ചായത്തിൽ അധിവസിക്കുന്നവരിൽ ഏറെയും. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കൃഷിയുമായി നേരിട്ട് ബന്ധമുള്ളവയാണ്. മണ്ണ്, ജലം, ജൈവസമ്പത്ത് നമുക്കും വരും തലമുറയ്ക്കും എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീരമൃതം നീർത്തട പദ്ധതി എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. 2006-2007 ഈ പദ്ധതി ആരംഭിച്ചത്. അടിസ്ഥാന പ്രകൃതി വിഭവങ്ങളായ മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നിവയുടെ സംരക്ഷണത്തിലൂടെ സുസ്ഥിര കാർഷിക വികസനം ഉറപ്പാക്കി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിന്റെ നീരമൃതം നീർത്തട പദ്ധതിക്ക് പ്രധാനമായും 4 പ്രവർത്തന മേഖലകളാണ് ഉള്ളത്. 1. പ്രകൃതി വിഭവ സംരക്ഷണം. ഇതിൽ പ്രധാനമായും മണ്ണ്, ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുന്നത്. കല്ല് കയ്യാലകൾ കെട്ടിയും മഴക്കുഴികളും ചെക്ക് ഡാമുകളും മറ്റും നിർമ്മിച്ചും പഞ്ചായത്ത് പ്രകൃതി വിഭവ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. 2009 പ്രകൃതി വിഭവ സംരക്ഷണ അവാർഡ് നേടിയ പഞ്ചായത്താണ് കോടോംബേളൂർ. ഇവിടെ 1,32,000 മീറ്റർ കല്ല് കയ്യാല കെട്ടിയിട്ടുണ്ട്. 1271 മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് കേരളത്തിൽ തന്നെ ഒന്നാമതെത്തിയിരിക്കുന്നു കോടോംബേളൂർ. നീരമൃതം നീർത്തട പദ്ധതിയുടെ ഭാഗമായി കൃഷിയുടെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു ചെക്ക് ഡാമാണിത്. വളരെ ആസൂത്രിതമായി ഈ പദ്ധതി വിനിയോഗിക്കുന്നത് കൊണ്ട് ഈ പൊരിവേനലിലും നിറഞ്ഞു കിടക്കുന്ന ജലാശയവും വിളഞ്ഞു നിൽക്കുന്ന നെൽവയലുകളും നമുക്ക് ഈ പ്രദേശത്ത് എവിടെയും കാണാൻ സാധിക്കും. 2. കാർഷിക ഉൽപാദന വർധന പ്രവർത്തനങ്ങൾ. പഞ്ചായത്തിൽ ഏകദേശം 87 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയാണ് ചെയ്യുന്നത്. 23ഓളം നീർത്തട പദ്ധതികളിലൂടെ നെൽകൃഷിക്കും മറ്റുമുള്ള ജലസേചന സൗകര്യം പഞ്ചായത്ത് ഉറപ്പുവരുത്തുന്നു. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം നീർത്തട പദ്ധതികളുള്ള പഞ്ചായത്താണ് കോടോംബേളൂർ. നെല്ലും റബ്ബറും തെങ്ങുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. നീർത്തട പദ്ധതികളുടെ ഗുണഫലമായി ജലലഭ്യത ഉള്ളതിനാൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവരും പഞ്ചായത്തിൽ കുറവല്ല. ഔഷധ കൃഷിക്കും അനുബന്ധിച്ചുള്ള വിപണനത്തിനും പഞ്ചായത്ത് നൽകുന്ന പിന്തുണ എടുത്തു പറയേണ്ടതാണ്. നീരമൃതം പദ്ധതിയുടെ അടുത്ത പ്രവർത്തന മേഖല വരുമാനദായക പദ്ധതികളാണ്. പശു, ആട്, പന്നി വളർത്തൽ എന്നിവയാണ് ഇതിൽ പ്രധാനം. പഞ്ചായത്തിന്റെ സഹായത്തോടെ വീട്ടിൽ ഓരോ പശുവിനെ വളർത്തുന്നവരെയും ഇത് ഒരു ഫാമാക്കി ഉയർത്തിയവരെയും നമുക്ക് കോടോംബേളൂരിൽ കാണാം. പാൽ വിപണനത്തിലൂടെ സുസ്ഥിരമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ ഇവിടുത്തെ ക്ഷീരകർഷകർക്ക് സാധിക്കുന്നു. പ്രകൃതി സംരക്ഷണം, കാർഷിക പ്രവർത്തനങ്ങൾ, കന്നുകാലി വളർത്തൽ തുടങ്ങിയവയ്ക്കെല്ലാം വേണ്ട പരിശീലന, ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നീരമൃതം പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം. ഈ പ്രവർത്തനങ്ങൾക്ക് പുറമെ ജലനിധി പദ്ധതിയും പഞ്ചായത്ത് വിജയകരമായി നടപ്പാക്കുന്നു. കുടിവെള്ള ലഭ്യത 50% നിന്ന് 90% ഉയർത്താൻ ജലനിധിയും പഞ്ചായത്തിലെ മഴവെള്ള സംഭരണികളും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നീരമൃതം നീർത്തട പദ്ധതിയുടെ പ്രവർത്തന ഫലമായി പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു ഉണർവ് സൃഷ്ടിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരം സുസ്ഥിര കാർഷിക വികസന പ്രവർത്തനങ്ങളിലൂടെ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന പഞ്ചായത്തിന്റെ ലക്ഷ്യം വളരെ വേഗത്തിൽ എത്തിപ്പിടിക്കാമെന്ന് പ്രത്യാശിക്കാം. ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തിയുള്ള വിഷയങ്ങളിലൊന്നാണ് ഈ കുടിവെള്ള പദ്ധതികൾ. കണ്ണമാഷിന് ആദ്യം തന്നെ എന്താണ് ഇവരോട് ചോദിക്കാനുള്ളത്? മഴവെള്ളത്തെക്കുറിച്ചുള്ള പദ്ധതികളുടെ ഇപ്പോൾ വളരെ ആകർഷകമായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല, കൃഷി, മൃഗസംരക്ഷണം, ഇത് രണ്ടും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മിക്കതും, അല്ലേ? ഇപ്പം നെൽകൃഷി ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ എത്രത്തോളം സ്ഥലങ്ങളിൽ നെൽകൃഷി ഉണ്ടെന്നുള്ള ഒരു
സർ, നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനമായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. 2900 ഹെക്ടർ സ്ഥലത്താണ്